ഒരിക്കൽ നിന്നെ ഞാൻ നേരിൽ കണ്ടിടും. ഒരിക്കൽ നിന്നെ ഞാൻ നേരിൽ കണ്ടിടും. ശരിക്കു തീരുമെന്നു മാത്രമേ വിഷാദങ്ങൾ. ശരിക്കു തീരുമെന്നു മാത്രമേ വിഷാദങ്ങൾ. എന്നെ തേടി നീ മണ്ണിൽ വന്നെന്നോ. എന്നെ തേടി നീ മണ്ണിൽ വന്നെന്നോ. എന്നെ സ്നേഹിച്ചാകയാൽ തൻ ജീവൻ തന്നെന്നോ. എന്നെ സ്നേഹിച്ചാകയാൽ തൻ ജീവൻ തന്നെന്നോ. തോൽവിയേയുള്ളൂ എന്നിലോർക്കുകിൽ. തോൽവിയേയുള്ളൂ എന്നിലോർക്കുകിൽ. കാൽവരിയിലെ വിജയി നീ എൻ കൈ പിടിക്കണേ. കാൽവരിയിലെ വിജയി നീ എൻ കൈ പിടിക്കണേ. ബലഹീനനാകുമെന്നെ താങ്ങും നല്ല നാഥനേ. പരകോടി സ്തോത്രം പാടി നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. ബലഹീനനാകുമെന്നെ താങ്ങും നല്ല നാഥനേ. പരകോടി സ്തോത്രം പാടി നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. നല്ല പ്രഭാതത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളോട് ഒരുമിച്ചായിരിക്കുന്നത് ഞാൻ എൻ്റെ ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. വിശുദ്ധ സഭായോഗത്തിൽ പ്രിയപ്പെട്ട ദൈവമക്കളോടും ദേവദാസനോടും പ്രിയപ്പെട്ടവരോട് ഒരുമിച്ചായിരിക്കുന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. ഞാൻ അടുത്ത ദിവസങ്ങളിൽ ചില ദിവസങ്ങൾ നിങ്ങളോടൊപ്പം ഒക്കെ ഉണ്ട്. ആ സമയത്ത് നമുക്ക് കൂടുതലായിട്ട് പരിചയപ്പെടാം. വിശേഷാൽ ഇന്നത്തെ ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നതും ഈ സഭയുടെ അധ്യക്ഷനുമായിരിക്കുന്ന ക്രിസ്തുവിൽ ഞാൻ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട ഹാൻസ് പാസ്റ്റർ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ തമ്മിൽ ഒരു മുഖവരുടെ കാര്യത്തിൽ ഞങ്ങൾ തമ്മിൽ ഒരു 20 വർഷത്തെ ബന്ധത്തിന് പഴക്കമുണ്ട്. കുറഞ്ഞത് 20 വർഷത്തെയുണ്ട്. എന്നാൽ ഈ ദേശത്ത് വെച്ച് പ്രിയ ദേവദാസനെ കാണുവാൻ ദൈവം ഇടയാക്കിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ വന്ദനം ചെയ്യുന്നു. പഴയ കാലങ്ങളെ ഒക്കെ ഇങ്ങനെ ഞാൻ ഇന്നലെ ഞങ്ങൾ അല്പസമയം ഒന്ന് സംസാരിച്ചു. പഴയ കാലങ്ങളൊക്കെ ഇങ്ങനെ അയവിറക്കുകയായിരുന്നു. നമ്മളെല്ലാവരും ഓരോ സ്ഥലങ്ങളിൽ ഓരോ കാലഘട്ടത്തിൽ ഓരോ മേഖലയിലായിരുന്നു. എന്നാൽ അവിടെ നിന്നൊക്കെ ദൈവം പറിച്ച് ഓരോ സ്ഥലങ്ങളിൽ നട്ട് അവിടെയൊക്കെ ദൈവത്തിന് വേണ്ടി എരിഞ്ഞ് ശോഭിപ്പാൻ ദൈവം അവസരങ്ങൾ ഒരുക്കുന്നല്ലോ. അദ്ദേഹത്തിൻ്റെ കാലയളവ് ഈ സഭയുടെ സുവർണ്ണ കാലഘട്ടമായിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിശുവിൻ നാമത്തിൽ ഞാൻ ദേവദാസനെ വന്ദനം ചെയ്യുന്നു. ദേവദാസനെ ഓർപ്പിച്ചതുപോലെ കൺവെൻഷനോടുള്ള ബന്ധത്തിലാണ് ഞാനിപ്പോൾ ഈ ആഴ്ച. ഞാൻ കഴിഞ്ഞ മാസം കാനഡയിലായിരുന്നു. അവിടുന്ന് US വന്നു. അവിടുന്ന് ഇന്നലെയാണ് ഇവിടെ എത്തിയത്. ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളെ കാണുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ദേവദാസനെ വന്ദനം ചെയ്യുന്നു, സഭയെ വന്ദനം ചെയ്യുന്നു. പാസ് ഓർപ്പിച്ചോലും ഞാൻ പ്രിയ ഹാൻസൻ്റെ പാവത്തിൽ എനിക്ക് ഹാൻസനുമായിട്ട് ബന്ധം, ഹാൻസൻ്റെ പിതാവും ഞാനും നല്ല ഒരു സ്നേഹബന്ധത്തിൽ ഞങ്ങൾ ഒത്തിരി ശുശ്രൂഷയ്ക്ക് ധാരാളം ഇടങ്ങളിൽ പോയ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഭക്തനായ നിത്യത്തിൽ വിശ്രമിക്കുന്ന ഒരു ദേവദാസനാണ്. ആ കുടുംബമായിട്ട് അങ്ങനെയാണ് ബന്ധം. ഞാൻ മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ കോട്ടയത്ത് നിന്ന് ഞാനാണോ കല്യാണത്തിന് പാടി? അത് അനിയൻ്റെ 2 പേരുടെ സ്തോത്രം. ഞാനിങ്ങോട്ട് ഇങ്ങോട്ട് നടന്നു വന്നപ്പോൾ ആ മുഖം ഒന്ന് കണ്ട എൻ്റെ ഒരു ഓർമ്മയിൽ ഞാൻ അത് പറഞ്ഞുകൊണ്ട് പറഞ്ഞു. എൻ്റെ ഈ ഇത്രയും കാലഘട്ടത്തിനിടയിൽ 1100ഓളം വിവാഹ ശുശ്രൂഷയ്ക്ക് ഞാൻ പാടിയിട്ടുണ്ട്. ഞാൻ അഭിമാനത്തോടു കൂടി എവിടെ നിന്ന് പറയുന്നത് എന്താ അറിയോ? ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കഴിഞ്ഞ കാലം നാം ഓർക്കുമ്പോൾ ഇതിനൊന്നും യോഗ്യരല്ല നമ്മളാരും. ഇവിടെ ഇരിക്കുന്നവരാരും നാവിൽ വെള്ളിക്കരണ്ടിയുമായിട്ട് വന്നവരാരും ഇവിടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മൾ ഓരോ കാലഘട്ടത്തിൽ ദൈവം നമുക്ക് ഏൽപ്പിച്ചു തന്ന ഓരോ കൃപകൾ നമ്മൾ ജ്വലിപ്പിച്ചു. ദൈവം നമ്മളെ ആദരിച്ചു. ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ പുത്തങ്കാവിൽ ഹാൻസ് പാസ്റ്റർക്ക് അറിയാം, മെട്രോപൊളിറ്റൻ ഹൈസ്കൂള് ഞങ്ങളുടെ പുത്തങ്കാവ് ചെങ്ങന്നൂർ നല്ലൊരു വലിയ സ്കൂളാണ്. 1995 ഞാനൊരു ദിവസം 3:30 ആയപ്പോൾ ഉച്ച കഴിഞ്ഞൊരു പരസ്യോത്തിന് ഞാൻ അവിടെ നിന്ന് പാടി. ആത്മാവാം വഴികാട്ടി എന്നെ സദാ നടത്തി കൊണ്ടുപോകും വാനത്തിൽ കൂടെ സാവധാനത്തിൽ. ആ ഗാനത്തിൻ്റെ ചരണം മനോഹര ചരണം അവസാനിക്കുന്നത് എങ്ങനെയാണ്? സഞ്ചാരി നീ കൂടെ വാ, ചേർക്കാം നിന്നെ വീട്ടിൽ. ഞാൻ ആ പാട്ട് പാടിയപ്പോൾ അതുവഴി പോയ ബസ്സിൽ ഈ സ്കൂൾ വിട്ട് പോകുന്ന സമയമായിരുന്നു. 95 എന്ത് പ്രായമുണ്ടെന്ന് ഊഹിക്കാം. സ്കൂൾ വിട്ട് പോയപ്പോൾ അതിലിരിക്കുന്ന ആൾക്കാരൊക്കെ അന്നൊരു നിക്കറും ഒരു ടീഷർട്ട് കിട്ടുന്നുണ്ട്. ഞാൻ ആ പരസ്യോത്തിനോട് ഒന്ന് പാടി. തിരിഞ്ഞു നോക്കുമ്പോൾ അവിടുന്ന് ദൈവം ആദരിച്ചു. പിന്നെ നീ ഒന്നും തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. കർത്താവ് അയച്ചിടത്തൊക്കെ മറ്റൊന്നും നോക്കാതെ
ആത്മാർത്ഥമായിട്ട് എൻ്റെ കഴിവിൻ്റെ പരമാവധി നിന്നിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ കഴിയും. അതുകൊണ്ട് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ള കാര്യം, നമ്മുടെ കയ്യിൽ ഇരിക്കുന്നതിൻ്റെ വലിപ്പം നോക്കണ്ട, നമ്മുടെ കഴിവിൻ്റെ വലിപ്പം നോക്കണ്ട. എന്തെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും കഴിവുകൾ പ്രാർത്ഥിക്കാനോ കരയാനോ ദൈവസന്നിധി നിലവിളിക്കാനോ ഉപവസിക്കാനോ എന്തെങ്കിലും ദൈവം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നീ ചെയ്തോണം. അത് മറ്റൊരാൾക്ക് വെച്ചിട്ടുള്ളതല്ല. ഞാൻ വീണ്ടും പറയുക, നിന്നെ കൊണ്ട് ദൈവം ചെയ്തെടുപ്പിക്കേണ്ടത് നിന്നെ കൊണ്ട് മാത്രമേ ദൈവം ചെയ്തെടുപ്പിക്കൂ. അത് മറ്റൊരുത്തനെ കൊണ്ട് ചെയ്തെടുപ്പിക്കാനുള്ളതല്ല, അത് നിന്നോട് മാത്രം പറഞ്ഞിട്ടുള്ളതാ. വാഗ്ദത്തം നിന്റെ മേലുണ്ടെങ്കിൽ അത് ചെയ്തോണം. നാളെ ചെയ്താക്കാമെന്നൊന്നും വിചാരിക്കേണ്ട. സമയം നമ്മുടെ മുമ്പിൽ നമ്മളെ ആരും നോക്കി നിൽക്കത്തില്ല. കാരണം എനിക്ക് ഇവിടെ പ്രസംഗിക്കാനുള്ള സമയമില്ല എന്ന് എനിക്കറിയാം. ദേവദാസൻ അദ്ദേഹത്തിൻ്റെ സങ്കീർത്തന പ്രബോധനം ഒഴിച്ചു മാറ്റി ഒരല്പസമയം തന്ന ആ സമയം തരുമ്പോൾ ഞാൻ അതിനോട് നീതി കാണിക്കണമല്ലോ. കർത്താവിനെ അവസരം തന്നാൽ ഞാൻ നിങ്ങളുമായിട്ട് സമയം ചെലവഴിക്കാം. ഞാനൊരു വാക്യം നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരാം. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം, മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. കാലം തികഞ്ഞു, സമീപിച്ചു, മാനസാന്തരപ്പെട്ട് പറഞ്ഞു. സ്തോത്രം. മാനസാന്തരപ്പെട്ട് നമ്മൾ സുവിശേഷത്തിലൊക്കെ വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ മാനസാന്തരപ്പെട്ടിട്ടില്ല. നമ്മുടെ ഒരു കുഴപ്പവും അത് തന്നെയാണ്. സ്തോത്രം. ഇനിയിപ്പോൾ ഞാൻ ഇന്നലെ ആരോടോ സംസാരിച്ചു, നമുക്കിനി പൗലോസിൻ്റെ ജീവചരിത്രവും പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ കാരണവും പിന്നെ റോമാ ലേഖന ചരിത്രങ്ങളൊന്നും പഠിക്കാനുള്ള സമയം നമ്മുടെ മുമ്പിലില്ല. കർത്താവിൻ്റെ വരവടുത്തു. കൂടുതൽ കർത്താവിനെ പറ്റി അങ്ങ് അറിയാമെന്നുള്ളതേ ഉള്ളൂ. ഞാൻ പൗലോസിനെ കുറ്റം പറഞ്ഞല്ല, നിങ്ങൾ നെഗറ്റീവായിട്ട് കാണരുത്. ആദ്യം നീ കർത്താവിനെ പറ്റി പഠിക്കേ, പിന്നെ പൗലോസിനെ പറ്റി പഠിക്കാം. പണ്ടൊരാളൊരു കുറുവാക്യം വായിച്ചിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ ആഴത്തിലേക്ക് ഞാനൊന്ന് ഇറങ്ങാൻ പോകുന്ന പറഞ്ഞപ്പോൾ പാസ്റ്റർ ഒരു കുറിപ്പ് എഴുതി സെക്രട്ടറിയുടെ കൊടുത്തു വിട്ടു. കുറിപ്പ് വായിച്ചത് ഇങ്ങനെയാ: ആഴത്തിലോട്ട് പോകുന്നവള്ള ഒരു 12-20 ആകുമ്പോഴത്തേക്ക് ഇനി കയറി വരണം. 12:45 ആശീർവാദം പറയണ്ട. അവിടെ ഇനി ഒരു കുറിപ്പ് മേടിച്ചിട്ട് വായിച്ചിട്ട് കയറി വരാനുള്ള താല്പര്യം എനിക്കില്ല. കാരണം ഇപ്പം നിങ്ങൾ എനിക്കത് എഴുതി വെക്കുന്നതായിരിക്കും ഞാൻ പോകുന്നിടം വരെ നിങ്ങൾ എഴുതി വെക്കുന്നത്. അതുകൊണ്ട് അതിനൊരു തെറ്റായ ഒരു എനിക്കെതിരെ എഴുതാൻ ഞാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ അല്പസമയം മാത്രം ഇവിടെ നിന്ന് ഞാൻ ഈ വാക്യത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം. അതിനു മുമ്പ് ഒരു പ്രത്യാശ കാണും. കാലം കഴിയുന്നു, നാളുകൾ പോയി, കർത്താവിൻ വരവു സമീപമായി, മഹത്വനാമത്തെ കീർത്തിപ്പാനായി ശക്തീകരിക്ക നിന്നാത്മാവിന. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ, ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും. ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ വന്ദനം ചെയ്യുകയാണ്. ഞാൻ വിട്ടുപോയവരെ ക്ഷമിക്കണം. ഈ സഭയുടെ എൽഡേഴ്സായിട്ടുള്ളവർ, ഈ സഭയുടെ ദേവദാസൻ്റെ കൂടെ ഈ ശുശ്രൂഷയിൽ ചുക്കാൻ പിടിക്കുന്നവരുണ്ട്. ഇവിടുത്തെ എല്ലാമായിട്ടുള്ള അച്ചായന്മാരും ആൻറ്റിമാരെയൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ പിതാക്കന്മാരെ ഓർത്ത് നിങ്ങളെല്ലാം ഞാൻ വന്ദനം ചെയ്യുന്നു. ദൈവം ധാരാളമായിട്ട് സഹായിക്കട്ടെ. എനിക്കിങ്ങനെ അവസരം ഒരുക്കി തന്നെ ഞാൻ നിങ്ങളോട് നന്ദി അറിയിക്കുകയാണ്. ഞാൻ ആ വാക്യത്തിലേക്ക് കടന്നു വരാം. കാലം സമീപിച്ചു, ദൈവരാജ്യം സമീപിച്ചു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കും. എനിക്ക് ഇന്ന് പകൽ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ള കാര്യം, നീ സുവിശേഷത്തിൽ വിശ്വസിച്ചു എന്നുള്ളത് ശരി തന്നെയാണ്, കർത്താവ് വരുന്നെന്നുള്ളത് വിശ്വസിച്ചത് ശരി തന്നെയാണ്. പക്ഷെ നീ മാനസാന്തരപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ചോദ്യം, അതിന് അവരവരാ ഉത്തരം കണ്ടുപിടിക്കണ്ടേ. സ്തോത്രം. അവരവർ മാത്രം ഉത്തരം കണ്ടുപിടിക്കണ്ടേ. ഞാൻ പെട്ടെന്ന് സക്കായി എനിക്ക് ഓർമ്മ വരും. സക്കായി ഓർമ്മ വരുമ്പോൾ ആ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നാം പഠിക്കുമ്പോൾ സക്കായി പറയുന്നത് അറിയാമോ? ആ ഭാഗം പഠിക്കുമ്പോൾ 19-ാം അധ്യായത്തിൽ പഠിക്കുമ്പോൾ, വല്ലതും ഞാൻ ചതിവായിട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ കൊടുക്കാവുന്ന ഇരട്ടിയായി എന്ന് വെച്ചാ സ്തോത്രം. ഇന്ന് ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ, ചതിവായിട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഇരട്ടി മടക്കി കൊടുക്കാമെന്ന് ഈ പ്രിയപ്പെട്ടവൻ പറയുമ്പോൾ, നമുക്ക് ദൈവത്തോട് പറയാനുള്ളൊരു കാര്യമുണ്ട്. കർത്താവ്, നീ എന്നെ ഏൽപ്പിച്ചത്, ഞാൻ എല്ലായിടത്തും ഇത് പറഞ്ഞിട്ടേ പോകത്തുള്ളൂ, നീ എന്നെ ഏൽപ്പിച്ചത് ഞാൻ നിനക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടില്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതല്ലെങ്കിൽ നിനക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ
ഇനിയുള്ള നാൾ ഞാനത് ചെയ്ത് തീർത്തേക്കാം. നിങ്ങൾക്ക് എൻ്റെ ഗൗരവം മനസ്സിലുണ്ടാകുന്ന ഞാൻ വിചാരിക്കുന്നത്. നീ ആഗ്രഹിക്കുന്ന വിധത്തിൽ എനിക്ക് എത്തിച്ചേരുവാൻ കഴിഞ്ഞിട്ടില്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ നീ എന്നോട് പറഞ്ഞാൽ ഞാനത് ചെയ്തു കൊള്ളാം. വല്ലതും ചതിവായി, സ്തോത്രം. ആ കാൽവറി ക്രൂശിൽ 2 കള്ളന്മാരുടെ മധ്യത്തിൽ കിടന്നപ്പോ ഒരു ഭാഗത്ത് നിന്നവൻ പരിഹസിച്ചു, മറുഭാഗത്ത് നിന്നവനാണ് ഒരു കാര്യം പറഞ്ഞു. നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ, സ്തോത്രം, ഞാൻ അല്പസമയം എടുക്കത്തുള്ളൂ, നിങ്ങൾ എന്നോട് ഇരിക്കണം കേട്ടോ. നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ ഒരുത്തൻ അവിടെ കിടന്ന് പരിഹസിച്ചു. ഞാൻ മനസ്സിലാക്കി അവൻ, എൻ്റെ ഭാഷ പറഞ്ഞ അവനൊരു ചുക്കും അറിയാൻ മേത്തവനായിരുന്നു. മനസ്സിലായോ? അവൻ ചുമ്മാതെ അവൻ ഒന്നും അറിയത്തില്ല, അവൻ വെറുതെ അവിടെ വന്ന് കിടക്കുക. എന്നാൽ മറുഭാഗത്ത് കിടന്നുകൾ, അത് വലതുഭാഗത്തൊന്നും ഇടതുഭാഗത്തൊന്നും ഇല്ല, വലതുഭാഗത്തും ഇടതുഭാഗത്തും കള്ളന്മാരുണ്ടായിരുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിലൊരു കള്ളൻ അവൻ പറഞ്ഞു, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ, സത്യത്തിൽ അവനായിരുന്നു യഥാർത്ഥ കള്ളൻ. എന്ന് വെച്ചാൽ നമ്മുടെ കൂട്ട് എന്നാ, നിങ്ങൾക്ക് എല്ലാവർക്കും മലയാളം അറിയാലോ അല്ലേ? ഈ പഠിച്ച കള്ളെന്നൊക്കെ കേട്ടിട്ടില്ലേ? പഠിച്ച കള്ളി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതാ പറയുന്നത്, നമ്മുടെ കൂട്ടായിരുന്നു അവൻ. അവന് കാര്യം കൃത്യമായിട്ട് അറിയാമായിരുന്നു. ഈ ക്രൂശിൽ കിടക്കുന്നവൻ രാജാവാണെന്നും ഇവൻ രാജ്യത്വം പ്രാപിക്കുമെന്നും മൂന്നാമത് ഇവൻ രാജ്യത്വം പ്രാപിച്ചു വരുമെന്നും കൃത്യമായിട്ട് അറിയാമായിരുന്നു. നിങ്ങൾക്ക് ആ വാക്ക്, അതാ പറയാ, ചുമ്മാതൊരു വാക്യം വായിച്ചു പോകരുത്. നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്ന് വെച്ചാൽ നീ രാജാവാണെന്ന് എനിക്കറിയാം, നീ രാജ്യത്വം പ്രാപിക്കുമെന്നും എനിക്കറിയാം, മൂന്നാമത് നീ രാജ്യത്വം പ്രാപിച്ചു വരുമെന്നും എനിക്കറിയാം. എന്ന് വെച്ചാൽ ഒന്നും അറിയാത്തവനെ പോലെ അവൻ നടക്കുകയായിരുന്നു. ചൊളുവിൽ ഇവിടെ ജീവിച്ചു പോകാമെന്ന് അവനും നീ ഞാനും ഒക്കെ വിചാരിച്ചിരിക്കുന്നത്. ഇന്ന് പകൽ ഞാൻ ദൈവാത്മാവിൽ ഒരു കാര്യം പറയാം. ചൊളുവിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ജീവിതമൊന്നും അല്ല ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിവിടെ നടക്കത്തുമില്ല, അതിവിടെ പറഞ്ഞിട്ടുമില്ല. അഡ്ജസ്റ്റ്മെന്റ് ജീവിതം ഇവിടെ പറഞ്ഞിട്ടില്ല. ഒന്നുകിൽ നീ ശീതമാനായിരിക്കണം, അല്ലെങ്കിൽ നീ ഉഷ്ണമാനായിരിക്കണം, അല്ലെങ്കിൽ നീ ഈ പണി ഇട്ടിട്ട് വേറെ എവിടെയെങ്കിലും പൊക്കോണം. ഇവിടെ നിനക്ക് പറ്റിയതല്ല. മനസ്സിലായോ ഞാൻ പറഞ്ഞേ? ഇവൻ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, രാജ്യത്വം പ്രാപിച്ചു. എൻ്റെ കർത്താവ് ആ ക്രൂശിൽ കിടന്ന് വ്യാഖ്യാനിച്ചു മനസ്സിലാക്കി, ഇവനാണ് യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെട്ട കള്ളൻ, അവനാണ് യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെടാൻ ആഗ്രഹിച്ച കള്ളൻ. അവനോട് പറഞ്ഞു, നീ ഇന്ന് എന്നോടുകൂടി. അവൻ ആരാന്ന് ചോദിച്ചില്ല, അവൻ എന്ത് കാരണത്തിൽ അവിടെ വന്നതെന്ന് ചോദിച്ചില്ല, നീ ചെയ്ത കുറ്റം എന്താണെന്ന് ചോദിച്ചില്ല, നിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചില്ല. ഇവന്റെ ഒരൊറ്റ വാക്കിന്റെ മേൽ ഇന്ന് പകൽ നിന്റെ കണ്ണുനീര് കാണുമ്പോൾ നിന്നോട് മനസ്സലിയണമെങ്കിൽ നിന്നിൽ എന്തെങ്കിലും ഉണ്ടെന്ന് എൻ്റെ ദൈവത്തിന് തോന്നണം. നിന്നോട് എൻ്റെ ദൈവത്തിന് മനസ്സലിവ് തോന്നണമെങ്കിൽ നിന്റെ കണ്ണുനീരിൽ എന്തെങ്കിലും ഉണ്ടായിരിക്കണം. ഏകജാതയായ ഒരു പുത്രനെ കൊണ്ട്, ഒരു പൈതലിനെ കൊണ്ട് ഇങ്ങോട്ട് വരിക കേട്ടോ. ഒരു പൈതലിനെ കൊണ്ട് ഇങ്ങോട്ട് വന്നപ്പോഴാ യേശുവും ശിഷ്യന്മാരും കൂടെ അങ്ങോട്ട് ചെല്ലുക. അങ്ങോട്ട് ചെന്നപ്പോഴാണ് കാര്യത്തിന് ഗൗരവം മനസ്സിലായി. ഒന്നേ ഉള്ളായിരുന്നു, ആണിനും പെണ്ണിനുമായിട്ട് ഈ ഒരു വിത്തേ ഉള്ളായിരുന്നു, അത് മരിച്ചുപോയി. ഇതിൻ്റെ മൃതശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര വരിക. ഈ കരഞ്ഞു കലങ്ങിയ കണ്ണുമായിട്ട് ഈ അമ്മയും വീട്ടുകാരും എല്ലാം കൂടെ വരിക. ബൈബിളിലൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇങ്ങോട്ട് വരുമ്പോൾ ആ ഭാഗം പഠിച്ചാൽ മനസ്സിലാകും. യേശു ഇതിനെതിരായിട്ട് അങ്ങോട്ട് ചെല്ലുന്നു, അവരവിടുന്ന് അഭിമുഖമായിട്ട് ഇങ്ങോട്ട് വരിക. അവിടെ ചെന്ന് ഈ കുഞ്ഞു മരിച്ചു കിടക്കുന്ന കണ്ടതിനേക്കാളിൽ യേശുവിൻ്റെ കണ്ണിൽ ഉടക്കിയത് എന്താണെന്നറിയാമോ? നിങ്ങൾ ആ ഭാഗം പഠിച്ചാൽ മനസ്സിലാകും. യേശു സ്ത്രീയെ കണ്ടു, യേശു സ്ത്രീയെ കണ്ടു. രണ്ടാമത് യേശു സ്ത്രീയെ കണ്ട് അവളോട് മനസ്സലിഞ്ഞു. മൂന്നാമത് ആ മഞ്ചത്തിൽ തൊട്ടെ. എന്ന് വെച്ചാൽ ഞാൻ അതുകൂടെ അങ്ങ് വ്യാഖ്യാനിച്ചു തരാം. മഞ്ചത്തിൽ തൊടാൻ എൻ്റെ യേശുവിന് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, മഞ്ചത്തിൽ തൊടണമെങ്കിൽ അതിന് തക്ക കാരണങ്ങൾ കാണണം. മനസ്സിലായോ? എന്ന് വെച്ചാൽ യേശു സ്ത്രീയെ കണ്ട ശേഷമാണ് അവളോട് മനസ്സലിഞ്ഞു. അവളോട് മനസ്സലിഞ്ഞ ശേഷത്തിൽ മഞ്ചത്തിൽ തൊട്ടു. എന്ന് പറഞ്ഞാൽ നിന്റെ വിഷയത്തിൽ തൊടണമെങ്കിൽ ആദ്യം നിന്നെ ദൈവത്തിനൊന്ന് കാണണം. ആദ്യം നിന്നെ നന്നായി എൻ്റെ ദൈവത്തിനൊന്ന് പഠിക്കണം. നിന്റെ കാണുന്ന വിഷയത്തിന്റെ എല്ലാം മണ്ടയ്ക്ക് കയറി കൈവെക്കാനുള്ളതല്ല എൻ്റെ യേശുവിൻ്റെ കരം. തൊടേണ്ട വിഷയത്തിൽ മാത്രമേ തൊടുകയുള്ളൂ. നിന്നെ കണ്ടാൽ മനസ്സലിയാൻ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? യേശു നോക്കിയപ്പോൾ ദിവസങ്ങളായി അവൾ വെള്ളം കുടിച്ചിട്ട്, ദിവസങ്ങളായി അവൾ ആഹാരം കഴിച്ചിട്ട്, കരഞ്ഞു കലങ്ങിയ കണ്ണുമായി, നഷ്ടത്തിന്റെ വേദനയുമായി, കഷ്ടതയുടെ വേദനയുമായി, ഒറ്റപ്പെടലിന്റെ വേദനയുമായി അമ്മ ഇങ്ങോട്ട് വരിക. ഈ അമ്മയെ കണ്ടപ്പോഴാണ് യേശുവിന് മനസ്സലിവ് തോന്നിയത്. യേശു നോക്കിയപ്പോൾ അവൾ യഥാർത്ഥത്തിൽ കരഞ്ഞു. ആവശ്യക്കാരി അവളാണെന്നുള്ള ബോധ്യം എൻ്റെ യേശുവിന് മനസ്സിലായി. ഇന്ന് പകൽ നീ എത്ര നാളായി കരഞ്ഞിട്ട്? നീ എത്ര നാളായി ദൈവത്തിന്റെ സന്നിധിയിൽ കരഞ്ഞിട്ട്? നീ എത്ര നാളായി ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുമടക്കിട്ട്? എത്ര നാളായി? പലപ്പോഴും നമ്മുടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് പ്രാർത്ഥനയല്ലേ ഞാനും നിങ്ങളും? നമ്മുടെ കാര്യം നടക്കാൻ വേണ്ടി മാത്രമല്ലേ പലപ്പോഴും നമ്മൾ ദൈവസന്നിധിയിൽ കരയുന്നേ? വിഷയത്തിന്റെ മുൻപിലല്ല,
അതിനല്പം മുൻപേ നീ കരയാൻ തുടങ്ങണം. ഇന്ന് നീ ദൈവസന്നിധിയിൽ കരഞ്ഞാൽ നാളെ നിനക്ക് അധികം കരയേണ്ടി വരത്തില്ല. അമ്മയേറെ കരഞ്ഞു. ആ അമ്മയുടെ കണ്ണ് കണ്ടപ്പോൾ എൻ്റെ യേശുവിന് മനസ്സലിഞ്ഞു. എൻ്റെ യേശുവിന് മനസ്സലിഞ്ഞ് നമ്മുടെ കണ്ണുനീരിന് മുമ്പിലാ. ഇന്ന് പകൽ നിന്റെ കണ്ണുനീരിന് മുൻപിൽ ഒരു മനസ്സലിയുന്ന ദൈവമുണ്ട്. നീ തലമുറയ്ക്ക് വേണ്ടി വേണ്ടുവോളം കരഞ്ഞോ, നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി കരഞ്ഞോ, നിന്റെ ജോലിക്ക് വേണ്ടി കരഞ്ഞോ, പക്ഷെ നിന്റെ കണ്ണുനീര് കാണുന്ന ഒരു ദൈവമുണ്ട്. മനുഷ്യരൊക്കെ കണ്ണുനീര് കണ്ടു കഴിഞ്ഞാൽ പോട്ടെ, സാരമില്ല കേട്ടോ, അത് എളുപ്പം മാറുമെന്ന് പറയും. പക്ഷെ തമ്പുരാന്റെ മുമ്പിൽ നീ കരഞ്ഞാൽ ഇരു ചെവി അറിയത്തില്ല. കർത്താവ് നേരിട്ടുന്നു. മനുഷ്യന്റെ മുമ്പിൽ കരഞ്ഞോണ്ട് ഒരു പ്രശ്നം എന്താണെന്ന് അറിയാമോ? നീ വിഷയം പറഞ്ഞിട്ട് വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് ഒരു 40 പേരോട് അവൻ വിളിച്ചു പറയും. ഇന്ന് ഞാൻ പറഞ്ഞു, ഇന്ന് ഇവിടുന്ന് സഭായം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മുടെ ഫോൺ ആദ്യം എടുത്തിട്ട് പറഞ്ഞ കേട്ടായിരുന്നോ? ആരെക്കുറിച്ചാ പറഞ്ഞെന്ന് മനസ്സിലായോ? ആ കൂട്ടിപ്പിടി പരിപാടി ഇവിടെ ഉണ്ടെങ്കിൽ അതങ്ങ് നിർത്തിയാക്കണം. ഇവിടെ ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞേ, ആത്മീയ ഗോളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞേ. നിന്റെ പാസ്റ്ററുടെ കുറ്റം നീ ഒരൊറ്റ വീട്ടിൽ വിളിച്ച് പറഞ്ഞേക്കരുത്. നിന്റെ സെക്രട്ടറിയുടെ കമ്മിറ്റിക്കാരൻ്റെ കുറ്റം നീ ഒരൊറ്റ വീട്ടിൽ വിളിച്ച് പറയരുത്. നിന്റെ കൂടെ ഒരു നിരലിരുന്ന് ആരാധിക്കുന്നവന്റെ കുറ്റം നീ ഒരൊറ്റ വീട്ടിൽ അടിമേടിക്കും ദൈവത്തിൻ്റെ. പിന്നെ കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. നിനക്ക് ശുശ്രൂഷ ചെയ്യുന്നവരെ ഓർക്കാനാ പഠിപ്പിച്ചിരിക്കുന്നത്. സ്തോത്രം. ഞാനിത് സന്ദർഭവശാൽ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ സ്ത്രീയുടെ ഒരു മാനസാന്തരമുണ്ട്. വ്യഭിചാര കുറ്റത്തിൽ പിടിച്ച ഒരു സ്ത്രീ, ഇവളെ എല്ലാവരും കൂടി വലിച്ചു കെട്ടി യേശുവിൻ്റെ മുമ്പിൽ കൊണ്ടുവരിക. അവിടെ കൊണ്ട് നിർത്തിയിട്ട് ഇവളെ ഇന്ന കേസിൽ ഇവളെ പിടിച്ചതാ, ഇവളെ ആള് ശരിയല്ല. ഇവർ പിടിച്ചോണ്ട് വന്നവരങ്ങ് ഘോരഘോരം അങ്ങ് പറയുക. പിടിച്ചോണ്ട് വന്നവർ ഇവിടെ കുറ്റം മാത്രം യേശുവിനോട് പറയുക. അല്പം കഴിഞ്ഞപ്പോൾ നന്നായിട്ട് പഠിച്ചാൽ മനസ്സിലാവും. ഇവരിങ്ങനെ പറയുന്നത് കേട്ട് ഇങ്ങനെ കളവും വട്ടമൊക്കെ വരച്ചോണ്ടിരിക്കുക തമ്പുരാൻ ഇങ്ങനെ. അവസാനം ആരുടെ മുഖത്ത് നോക്കിയൊന്നുമില്ല, ഒറ്റ ചോദ്യം പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കല്ലെറിഞ്ഞിട്ട് പോയാട്ടെ, അത് കഴിഞ്ഞ് ഞാൻ ശിക്ഷ വിധിക്കാമെന്ന് പറഞ്ഞു. സ്തോത്രം. എത്ര പേര് കല്ലെറിഞ്ഞു? ആരും കല്ലെറിഞ്ഞില്ല. യേശു പറഞ്ഞെന്താ അറിയോ? ഞാനും നിന്നെ ഒന്നും പറയുന്നില്ല. എൻ്റെ പ്രശ്നം യേശു അവളോട് ക്ഷമിച്ചത് മാത്രം, അതല്ല എൻ്റെ പ്രശ്നം. യേശു ക്ഷമിക്കാൻ അറിയാവുന്നവനാണല്ലോ. നമ്മളെ ക്ഷമ പഠിപ്പിച്ച ദൈവമാണല്ലോ നമ്മുടെ ദൈവം. പക്ഷെ കൊണ്ടുവന്ന പുള്ളികൾ കണ്ണു തുറന്നപ്പോൾ അവിടെ ആരും ഇല്ലച്ചാ. മനസ്സിലായോ? ഈ സ്ത്രീയെ പിടിച്ചോണ്ട് വന്നവരുണ്ടല്ലോ കുറെ ഭക്തന്മാര്, അവരാരും അവിടെ ഇല്ലായിരുന്നു. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായി കാണുമല്ലോ. എന്ന് വെച്ചാൽ ആ വന്നതിൽ ഒറ്റ ഇവനെ ഇവിടെ കല്ലെറിയാനുള്ള അന്തസ്സില്ലായിരുന്നെന്നാണ് ഞാൻ ഈ പറഞ്ഞേ. എല്ലാം കണക്കാ, വന്നതും നിന്നതും എല്ലാം കണക്കാ. ഇന്ന് പകൽ ഇവരോട് ക്ഷമിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ മാനസാന്തരത്തിന് മുമ്പിൽ ക്ഷമിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെയും എൻ്റെയും കണ്ണുനീരിന് മുമ്പിൽ ക്ഷമിക്കുന്ന ഒരു ദൈവമുണ്ട്. ഒന്ന് കരഞ്ഞാൽ അതിനു മുമ്പിൽ പൊറുക്കുന്ന ഒരു ദൈവമുണ്ട്. ആൾക്കാരുടെ ഇടയിൽ കൂടി സൗഖ്യം ഉണ്ടാകുമെന്നൊരാഗ്രഹം മനസ്സിൽ കണ്ട് ഓടിപ്പോയി യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിലെങ്കിലും തൊട്ടാൽ, യേശുവിന്റെ വസ്ത്രത്തിലും യേശുവിനെ തൊടുക എന്നുള്ളതിലുപരി ആ സ്ത്രീക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. എനിക്കറിയാം ആ വസ്ത്രത്തിന്റെ തൊങ്ങലിലെങ്കിലും ഇതിന്റെ ഇടയ്ക്കൂടെ പോയി തൊട്ടാൽ സൗഖ്യമുണ്ട്. ഇന്ന് പകൽ നീ ആഴത്തിൽ വിശ്വസിക്കണം കേട്ടോ, അല്പം ആഴത്തിൽ വിശ്വസിക്കണം. ഒരു പനി സൗഖ്യമാക്കുന്ന, ഒരു തലവേദന സൗഖ്യമാക്കുന്ന, ഒരു ചുമ സൗഖ്യമാക്കുന്ന ദൈവത്തെ അല്ല നീ ആരാധിക്കുന്നത്. ലാസർ മരിച്ചു, അടക്കപ്പെട്ടു, ലാസർ എഴുന്നേറ്റു. യായിറോസിന്റെ വീട്ടിൽ കൊച്ചു മരിച്ചു, കൊച്ചിനെ എഴുന്നേൽപ്പിച്ചു. ഇന്ന് പകൽ നഷ്ടത്തിന്റെ പട്ടിക നമുക്ക് നിരത്താനുണ്ടെങ്കിലും ആ നഷ്ടത്തിന്റെ മുകളിൽ പ്രവർത്തിച്ച് നീതിയോടെ കൂടി ലാഭമാക്കി തരുന്ന ഒരു ദൈവത്തെയാ നീയും ഞാനും ആരാധിക്കുന്നേ. അല്ലാതെ ചുമ്മാതെ എഴുതി വെച്ചിട്ട് പോയ ഒരു ദൈവത്തെ അല്ല കേട്ടോ. ഭക്തൻ അതുകൊണ്ടാണ് ഇങ്ങനെ പാടിയേ, കാലം കഴിയുന്നു, നാളുകൾ പോയി, കർത്താവിന്റെ വരവ് സമീപമായി. ചാൾസ് ജോൺ എഴുതി വെച്ചു, പാട്ട് പൂർത്തീകരിച്ച് എങ്ങനെയാ, കർത്തൃകാഹളം വാനിൽ കേൾക്കുവാൻ കാലമായില്ലേ പ്രിയനെ. സത്യത്തിൽ ആ ഭക്തൻ എഴുതിയത്, ഈ പാട്ട് എഴുതിയപ്പോൾ അയാൾ കരഞ്ഞോണ്ടായിരിക്കും എഴുതിയത്. ഞാൻ പറയാ, കാരണം കാത്തിരുന്ന് മടുത്തിട്ട് അവസാനം പറയാണ്, ആ കാഹളം വാനിൽ കേൾക്കുവാൻ കാലമായില്ല ഇതുവരെ. ഞാൻ എത്ര നാളായിട്ട് നോക്കിയിരിക്കുക ആ ശബ്ദം കേൾക്കാൻ. ഞാൻ ആ ശബ്ദം കേൾക്കുന്നതിന്റെ പൊന്മുഖം ഒന്ന് കാണാൻ ഞാൻ നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറെ ആയി. എന്നിട്ട് ആ ഗാനം പൂർത്തീകരിക്കുന്നത് എങ്ങനെയാ, ആശയേറുന്നേ അങ്ങേ കാണുവാൻ. ഇന്ന് പകൽ പാസ്റ്റർ ആശീർവാദം പറയുന്നുണ്ട്. ആമേൻ. കർത്താവായ യേശു എന്ന് പറയുമ്പോൾ നമ്മൾ പറയും വേഗം വരണമേ. എൻ്റെ ഒരു ചോദ്യമുണ്ട്, നീ ആവേശം കൊണ്ട് പറയുന്നതാണോ ഈ വേഗം? ബൈബിളിൽ അങ്ങനെയൊന്നുമില്ല. ആമേ കർത്താവായ യേശു വരണമെന്നേ ഉള്ളൂ. നമ്മൾ ഈ വേഗം ഒന്ന് കൂട്ടിച്ചേർത്തോ, എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ എൻ്റെ ഭാവനയും ഞാൻ പറയാം, നീ 4 ആഴ്ച വേഗം പറഞ്ഞിട്ട് 5-ാമത്തെ ആഴ്ച ആ വാതുക്കെ വന്ന് കർത്താവ് നിൽക്കുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി.
നമ്മൾ എന്ത് മറുപടി പറയും? അയ്യോ വന്നു. അപ്പോൾ പാസ്റ്റർ പറയും നമ്മുടെ കർത്താവ് വന്നിട്ടുണ്ട്. എൻ്റെ ഭാവന പറയുകയാണേ, കർത്താവ് വന്നിട്ടുണ്ട്, നമ്മുടെ പ്രാർത്ഥന പോലെ കർത്താവ് എന്ന് പറയും. നമ്മളെല്ലാവരും ചെന്ന് പാസ്റ്ററോട് വയ്ക്കുന്നത്, പാസ്റ്റർ അറിഞ്ഞിട്ട് എന്താ നേരത്തെ ഒന്ന് പറയാൻ? കാരണം നമ്മൾ പല കണക്കൂട്ടലിലാണല്ലോ ഇരിക്കുന്നത്. നമ്മൾ നാളെ അല്ല, ഈ അടുത്ത ഒരു 12 വർഷത്തേക്കുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് വെച്ചിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ഇമിഗ്രൻ്റ് ആണെന്ന് പറഞ്ഞാൽ നാട്ടിൽ വീട് പണി. നമ്മുടെ ഒരു രീതി അങ്ങനെയാണല്ലോ. ഇവിടെ അല്ലേ അവിടെ, അവിടെ അല്ലേ ഇവിടെ, അവിടെ ഇല്ല ഇവിടെ ഇല്ലെങ്കിൽ വേറെ എവിടെങ്കിലും നമ്മുടെ പരിപാടി അങ്ങനെ. ഇതെല്ലാം ക്രമീകരിച്ച് വെച്ചിട്ടാണ് നമ്മുടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഇവിടെ ഇരിക്കുക. ഇനിയും ഒരു ചോദ്യം കൂടെ ചോദിക്കാം. പാസ്റ്റർ പറയാം, കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മൾ 3 ദിവസം ഉപവാസം ഇരിക്കാൻ പോകുമെന്ന് പറഞ്ഞാൽ എത്ര പേര് വരും? നമ്മളിങ്ങനെ പറയത്തുള്ളൂ, നമ്മൾ എന്തിനായി വേണ്ടാത്ത വാല എടുത്ത് തോളത്തിടുന്നേ? ഇങ്ങനെ പറഞ്ഞ് ഒഴിയുന്ന ദൈവമക്കളാ അല്ലെന്നൊന്നും നിങ്ങൾ പറയണ്ട. ഇതിനകത്ത് ചിലപ്പോൾ 1 or 2 പേര് തീവ്രവാദ വിശ്വാസികൾ വല്ലവരും കാണുമായിരിക്കും. അത്ര വലിയ ഞാനാണെങ്കിലും പറയും, കർത്താവേ ഞാൻ വേഗം വരണമെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, നമ്മളെല്ലാവരും ഓരോ മേഖലയിൽ നിൽക്കുന്നവർ. നമുക്കൊക്കെ കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മൾ നോക്കി പാർക്കുന്നവരാ. ഈ വേഗം വരണമേ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പറഞ്ഞത് അവൻ്റെ വരവിനെ നമുക്ക് ബന്ധപ്പെടുത്തുക എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം. ഈ രണ്ടും കൂടെ പറയരുത്. സ്തോത്രം. കർത്താവിനൊരു സമയമുണ്ട്, ആ സമയത്ത് കർത്താവ് വരും. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവരോടും അവരെന്നോടും കൂടെ അത്താഴം കഴിക്കും. ഇന്ന് പകൽ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ള കാര്യം, ഉയർപ്പിൻ്റെ സുപ്രഭാതത്തിൽ ദൂതർ വീണ മീട്ടുന്ന ഒരു സംഘമുണ്ട് അവിടെ. അവരുടെ കൂടെ ആ പൊൻ കിരീടം ചൂടി നിൽക്കുന്ന ആ കൂട്ടത്തിൽ എൻ്റെ പേര് വിളിക്കുമോ എന്നൊരു ചോദ്യം ഇന്ന് പകലുണ്ട് കേട്ടോ. എൻ്റെ പേര് ആ വിളിയിൽ കാണും, ആ ലിസ്റ്റ് എടുക്കുമ്പോൾ അതിനകത്ത് എൻ്റെ പേരുണ്ടോ? ആ പട്ടികയിൽ നിന്റെ പേരില്ലാതിരിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ ഇന്ന് പകൽ ന്യായമായ ഉത്തരം കണ്ടെത്തിയേ പോകാവൂ. ഒരു വെയിറ്റിംഗ് ലിസ്റ്റിലോ ഒരു RS-ലോ പെട്ടുപോകാൻ വേണ്ടിയല്ല നാം ഇത്ര നാൾ കാത്തിരുന്നേ. കൃത്യമായി ആ പട്ടികക്കകത്ത് നമ്മൾ ഇടം പിടിക്കണം. സ്തോത്രം. എന്നോട്ടവും അധ്വാനവും ഞാൻ കാത്തതാം വിശ്വാസവും. പാട്ടുകാരൻ പറയുന്നു, വ്യർത്ഥമല്ലാതെ നിശ്ചയം വേഗം കാണും എൻ മണാളനെ. സ്തോത്രം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. എല്ലാ ബഹുമാനവും പുകഴ്ച ഞാൻ ദൈവത്തിന് അർപ്പിക്കും. പക്ഷേ ആ പാട്ടിൻ്റെ ഒരു 2 വരി പാടാൻ സമയം എടുത്തോട്ടെ. നിങ്ങൾ എന്നോട് ചേർന്ന് പാടണം, കരങ്ങളെ അടിച്ചു പാടണം. ഇവിടെ ഇരുന്ന് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നൊന്ന് പൊട്ടിക്കരയാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ തൻ്റെ ഇടമുള്ള ദൈവസന്നിധിക്ക് നിന്റെ കണ്ണുനീര് വേണം. ഇന്ന് എന്നെ സംബന്ധിച്ച് ഞാൻ വീണ്ടും ഒരു കാര്യം പറയാം. അച്ഛാ, ഞാനൊരു പാട്ട് പാടി കയ്യടി മേടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല. കയ്യടിയൊക്കെ കിട്ടിയിട്ടുണ്ട് അച്ഛാ പണ്ട്. ഇനി കയ്യടിയൊന്നും ഇവിടെങ്ങും ആർക്കും വേണ്ട. കൊടുക്കുകയാണെങ്കിൽ പുകഴ്ച ദൈവത്തിന് കൊടുത്തോണം. ഒരു കൊച്ചു കുഞ്ഞ് പാലിന് വേണ്ടി അമ്മയുടെ മുമ്പിൽ കരയുന്നത് പോലെ നീ ദൈവത്തിന്റെ സന്നിധിയിൽ കരയണം. നിന്റെ സൗന്ദര്യം നീ അവിടെ നോക്കണ്ട, നിന്റെ ആരോഗ്യവും നിന്റെ സ്ഥാനവും നീ നോക്കണ്ട. നീ കരയുന്ന ദൈവത്തിന്റെ സന്നിധിയിലാണോ? നിന്നെ ഓടിച്ചിട്ട് മാനിക്കുവൻ. ജ്ഞാനികളെ ലജ്ജിപ്പിക്കാനാണ് ഭോഷത്വമായി തിരഞ്ഞെടുത്തത്. അങ്ങനെ ആഴത്തിൽ വിശ്വസിക്കണം. ചിലർ മാത്രം പാടുമ്പോഴും, ചിലർ മാത്രം പ്രസംഗിക്കുമ്പോഴും, ചിലർ മാത്രം കീബോർഡ് വായിക്കുമ്പോഴും ഉണ്ടാകുന്ന ആത്മാവിന്റെ കാര്യമല്ല ഞാനീ പറഞ്ഞേ. സദാസമയം നിന്നോട് വാദിക്കുന്ന ഒരു പരിശുദ്ധാത്മാവിന്റെ കാര്യമാണ് ഞാൻ നിന്നോട് പറഞ്ഞത്. ചിലർ പാടിയാലേ ആത്മാവ് വരികയുള്ളൂ, ചിലർ പ്രസംഗിച്ചാലേ വരികയുള്ളൂ, ചിലർ കീബോർഡ് വായിച്ചാലേ വരികയുള്ളൂ, ചിലർ ഉദ്ബോധിപ്പിച്ചാലേ വരികയുള്ളൂ. ഞാൻ നിങ്ങളോട് പറയാം, നമുക്ക് വേണേ മതി. ദൈവസന്നിധിയിൽ നീ കരഞ്ഞാൽ, നീ ഒഴുക്കുന്ന ഓരോ തുള്ളിക്കും ഈ ചവിട്ടിക്കൂട്ടി തരിക എന്നൊക്കെ പറഞ്ഞില്ല, ഈ അമർത്തിക്കുലുക്കി കവിയുന്ന നല്ല അളവ്, ഇന്ന് പകൽ അമർത്തിക്കുലുക്കി കവിയുന്ന അളവ് അത് പ്രാപിച്ച് വേണം പോകാൻ. ഞാൻ മനസ്സിലാക്കുന്നു പാസ്റ്റർ, ഈ സഭയിൽ ഒരു തികഞ്ഞ ദൈവ സാന്നിധ്യമുണ്ട് പാസ്റ്റർ, ഒരു തികഞ്ഞ ആത്മാവിന്റെ സാന്നിധ്യമുണ്ട് ഈ ആലയത്തിൽ. ഇന്ന് പകൽ ആ സാന്നിധ്യം കൊണ്ടേ ഇവിടുന്ന് പോകാവൂ. ചിലയിടത്തൊക്കെ ചെല്ലുമ്പോൾ ശുശ്രൂഷിക്കുന്നവർക്കും ബുദ്ധിമുട്ടാ, അവിടെ ഇരിക്കുന്നവർ ഉറക്കാം. പക്ഷെ ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നു ദൈവം നിങ്ങളെ എക്സ്ട്രാ അനുഗ്രഹിച്ച് ആദരിച്ചായിരിക്കും കേട്ടോ. ആ കൃപ ഏറ്റെടുക്കാൻ നമ്മളെ കൊണ്ട് നഷ്ടപ്പെടുത്തരുത്. തലമുറയ്ക്ക് വേണ്ടി കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചോണം, തലമുറയ്ക്ക് വേണ്ടി കരഞ്ഞോണം. ദൈവത്തിന്റെ പ്രവൃത്തി ഈ ആലയത്തിൽ കാണാം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പ്രവചിക്കണം, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ആത്മാവിൽ ആരാധിക്കണം. അവരിവിടെ വിരൽ ചൂണ്ടി പ്രവചിക്കുമ്പോൾ ദൈവപ്രവൃത്തി നടക്കണം. അവരിവിടെ അഭിഷേകത്തിൽ അന്യഭാഷ പറയുമ്പോൾ ഇവിടെ വിടുതൽ സംഭവിക്കണം. അതായിരിക്കണം നീ ആഗ്രഹിക്കേണ്ടത്. ഇന്ന് പകൽ അതിനു വേണ്ടി വേണം നാം ഒരുങ്ങാൻ. നമ്മൾ പാടാൻ പോവുക, മോനെ പിടിച്ചോ, നമ്മൾ കരങ്ങളെ അടിച്ചു ഒരു ഋതം കൂടെ ഇട്ടോ, നമ്മൾ ഒരുമിച്ച് പാടി ദൈവത്തെ സ്തുതിക്കാൻ പോകുക. എന്നോട്ടവും എന്റെ അധ്വാനവും അറിയാമല്ലോ എല്ലാവർക്കും പാട്ട്. കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്തക്കണ്ണാൽ. ഇങ്ങനെ പറയുന്നു, മൺമറഞ്ഞ സിദ്ധരും ജീവനോടിരിക്കുന്ന ശുദ്ധരും വിണ്ണിൽ കാഹളം ധ്വനിക്കുമ്പോൾ. ഒരു ദിവസം കാഹളം ധ്വനിക്കും,
നിനക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒരു ദിവസം കാഹളം ധ്വനിക്കും. ആ വിളിയുടെ മുൻപിൽ എൻ്റെ പ്രിയപ്പെട്ടവർ, എൻ്റെ കൂടപ്പുറപ്പുകാരും നഷ്ടപ്പെട്ടു പോകരുത്. ഇവിടെ ഇരിക്കുന്ന ആരും ആ വിളിയിൽ കൈവിടപ്പെട്ടു പോകരുത്. നമുക്ക് വേണ്ടി ഉയർത്തുന്ന ആ ശബ്ദം നമ്മെ നിത്യതയിൽ എത്തിക്കാനുള്ള കാഹളമാണെങ്കിൽ, അത് എനിക്ക് വേണ്ടി നിനക്ക് വേണ്ടിയുള്ളതാണെങ്കിൽ, അത് കേൾക്കാതിരിപ്പാൻ എന്തെങ്കിലും കാരണം കർത്താവെ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ അതെന്നോട് പൊറുക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിച്ച് ആ ഗാനം നമുക്ക് ചേർന്ന് പാടാം. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്ത കണ്ണാൽ തന്റെ മുഖം കണ്ടിടും. ഓ കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്ത കണ്ണാൽ തന്റെ മുഖം കണ്ടിടും. യേശുവേ മണ കരകളെ തട്ടി ശക്തിയോടെ പ്രത്യാശയിൻ പ്രദീപമേ, ആമേൻ. യേശുവേ മണാളൻ ചേർന്ന് 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 പ്രത്യാശയിൻ പ്രദീപം. ഉയർപ്പിൻ സുപ്രഭാതം, ഉയർപ്പിൻ സുപ്രഭാതത്തിൽ ദൂതർ വീണ വീട്ടും സംഘത്ത്. ഉയർപ്പിൻ സുപ്രഭാതത്തിൽ ദൂതർ വീണ വീട്ടും സംഘത്ത്. ആ കിരീടക്കൂട്ടത്ത് എന്റെ പേടയ്ക്കും നേരത്ത്, ആ കിരീടക്കൂട്ടത്ത് എന്റെ പേടയ്ക്കും നേരത്ത്. ഓ കണ്ടിടോ കണ്ടിടോ പ്രിയനെ ഞാൻ ചേർന്ന് ചേർന്ന്, അന്യനല്ല സ്വന്തം. ഇത് മകൾ ഒരു പ്രത്യേക ശക്തി, ഒരു പ്രത്യേക അഭിഷേകം. ഓ പ്രിയനെ ഞാൻ ഉറപ്പോടെ, അന്യനല്ല സ്വന്തം കണ്ണാൽ തന്റെ മുഖം കണ്ടിടോ. യേശുവേ മണാളനേ പ്രത്യാശയിൻ പ്രദീപമേ, യേശുവേ മണാളനേ പ്രത്യാശയിൻ പ്രദീപമേ. ഓ മേഘം പൊങ്ങിക്കാണുന്നേ, സ്വർഗ്ഗകൂടാരത്തിൽ ചേരാനാ. അവൻ മേഘം പൊങ്ങിക്കാണുന്നേ, നിത്യകൂടാരത്തിൽ ചേരാനാ. ആശാവാസമാകും കുട്ടികൾ ഒറ്റുമാറിച്ചു നിങ്ങളെ, ആശാവാസമാകും കുട്ടികൾ ഒറ്റുമാറുത്തു നിങ്ങളെ. കണ്ടിടോ കണ്ടിടോ പ്രിയനെ ഞാൻ കണ്ടിടോ, അന്യനല്ല സ്വന്തം കണ്ണാൽ കരകളെ തൊട്ടി ശക്തിയോടെ. കണ്ടിടോ കണ്ടിടോ പ്രിയനല്ല സ്വന്തം കണ്ണാൽ. യേശുവേ മണാളനേ പ്രത്യാശയിൻ പ്രദീപമേ, യേശുവേ മണാളനേ പ്രത്യാശയിൻ പ്രദീപമേ. എന്നോട്ടവും അധ്വാനവും എന്റെ നോട്ടവും അധ്വാനം, യെസ് 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 കാന്തനം വിശ്വാസവും എന്നോട്ടവും ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കാം. കാന്തനം വിശ്വാസം ഉറപ്പോടെ 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 വ്രതമല്ലാതു നിശ്ചയോ വേഗം പ്രത്യാശ വർദ്ധിപ്പിച്ച പ്രത്യാശ വർദ്ധിപ്പിച്ച് ഹല്ലേലൂയ. വ്രതമല്ലാതു നിശ്ചയോ വേഗം കാണുമെൻ മണാളനേ. ഓ കണ്ടിടോ കണ്ടിടോ പ്രിയനെ ഞാൻ കണ്ടിടോ, അന്യനല്ല സ്വന്തം. ഓ ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ. പ്രിയനെ ഞാൻ കണ്ടിടോ, അന്യനല്ല സ്വന്തം കണ്ണാൽ തന്നെ. യേശുവേ യേശുവേ മണാളനേ പ്രത്യാശയിൻ പ്രദീപമേ, യേശുവേ മണാളനേ പ്രത്യാശയിൻ പ്രദീപമേ. മൺമറഞ്ഞ സിദ്ധരോ ആമേൻ ആമേൻ ജീവനോടിരയ്ക്കും സുന്ദരോ. ആമേൻ മൺമറഞ്ഞ ഹല്ലേലൂയ, ആമേൻ ആമേൻ ജീവനോടിരയ്ക്കും സുന്ദരോ. വെണ്ണിക്കാഹളം തൊഴിക്കുമ്പോൾ നിന്നും വാനിൽ പോകും. ഹല്ലേലൂയ ചേർന്ന്